ആനകളുടെ എണ്ണം, ഏത് മൃഗങ്ങളുടെ എണ്ണം എടുത്താലും കേരളത്തിൽ അത് വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ആളുകൾ കാട് ഇങ്ങനെ വല്ലാതെ കയ്യേറുന്നത് കൊണ്ട് കടുവകളും മൃഗങ്ങളും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളത് തെറ്റായ ഒരു സംഗതി തന്നെയാണ്. കാരണം ഇവിടുത്തെ കേരളത്തിലെ കാടുകളിലേക്ക് ആള് കയറുന്നതും കാടിന്റെ കയ്യേറ്റവും ഒക്കെ ഗണ്യമായി നിന്നിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. വരുന്നൊരു ചോദ്യം ഹർഷൻ, അതായത് ഈ എല്ലാവർക്കും അറിയാവുന്ന, നമ്മളിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ തവണയാണ് ഈ സംഭവം ചെയ്യുന്നത്. എത്രയോ മനുഷ്യർ മരിച്ചു. വയനാടിന് മുമ്പ് രാധ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചല്ലോ. പക്ഷേ അത് സർക്കാരിന് മനസ്സിലാകാത്ത എന്താണ് ഇതിനകത്ത് ഇടപെടാനുള്ള പ്രയാസം? അല്ല, അത് സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എന്നുള്ളത് സത്യമാണ്. ഈ എളുപ്പത്തിൽ, അതായത് ഇത്തരം ചില പൊടിക്കൈകൾ കാണിക്കാമെന്നുള്ളത് ഒഴിച്ചാൽ അതിപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതായത് പേപ്പട്ടിയെ വെടിവെക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരിന് എഴുതിയപ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അടക്കം കേസെടുക്കുമെന്നാണ് കേന്ദ്രം തിരിച്ചിങ്ങോട്ട് പറഞ്ഞത്. അന്ന് മേനകാ ഗാന്ധി. അതാണ് അവസ്ഥ. കാരണം ആ നിയമങ്ങൾ കർശനമായി അങ്ങ് പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. വിചിത്രമായ നിയമങ്ങളാണ് ഈ വനനിയമങ്ങൾ. നമ്മളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ എന്നാൽ കേരളത്തിൻ്റെ രീതി എന്താണ്? ഒരു നിയമം ഉണ്ടെങ്കിൽ അത് കർശനമായി നടപ്പാക്കും. അതാണ് കേരളത്തിലെ പ്രശ്നം. അതുകൊണ്ട് ഈ വനം വകുപ്പിനെ തന്നെ ഇത്രയും ഭീകരമായി ആളുകൾ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്, വനം വകുപ്പ് ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കും. പക്ഷേ അത് ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിന് പറ്റുന്നതല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം.